തിരുവോണം കെങ്കേമമാക്കി മലയാളികൾ. നാടെങ്ങും ആഘോഷത്തിമിർപ്പിലാണ്. സദ്യയുണ്ടും ഓണക്കോടി കൈമാറിയും ആഘോഷത്തിൽ പങ്കുചേരുകയാണ് നാടും നഗരവും. സദ്യക്കായി ഒട്ടേറെ പേരാണ് ഹോട്ടലുകളിൽ ഓർഡറുകൾ നൽകിയിട്ടുള്ളത്. സദ്യയുടെ സമയമാണ്. എല്ലാവരും ഓണസദ്യ കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. തിരുവനന്തപുരത്തെ മദേഴ്സ് വെജ് പ്ലാസയിൽ നാഷിൻ ഡിയാഗോ, കോഴിക്കോട് നിന്ന് ഷാഹിദ് റഹ്മാൻ എന്നിവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് ആഷിനിലേക്ക് പോകാം. ആഷിൻ, മദേഴ്സിലെ സദ്യ സാധാരണ ഒരു ദിവസം പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 2 ദിവസം അതിലൊരു ഹാങ് ഓവർ ഉണ്ടാകും എന്നതാണ്. അപ്പോഴാണ് തിരുവോണത്തിന് വലിയ തിരക്കായിരിക്കും. മധു, തീർച്ചയായും എനിക്ക് ഇടതും വലതുമായി വലിയ തിരക്കാണ് ഉള്ളത്. ഒരു ഭാഗത്ത് ഈ ബുക്ക് ചെയ്ത് സദ്യ വാങ്ങാൻ വന്ന ആളുകളുണ്ട്. അവരുടെ ക്യൂ റിസർവ് ബാങ്ക് വരെ നീളുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. മറ്റൊരു ഭാഗത്ത് ഡൈനിങ്, അതായത് കടയിൽ വന്നിരുന്ന് ഈ സദ്യ കഴിക്കാൻ വന്നെത്തിയ ആളുകളാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരും ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എല്ലാം കുടുംബത്തോടെയാണ് വന്നിരിക്കുന്നത്. കുടുംബത്തോടെ പുറത്തൊക്കെ പോയി അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് എന്നുള്ളതാണ്. ചേട്ടാ, സദ്യ കഴിക്കാൻ വന്നതാണ്? അതെ, സദ്യ കഴിക്കാൻ വന്നതാണ്. അതെ, ഓണമല്ലേ, അപ്പൊ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ സദ്യ ഒന്ന് കഴിച്ചിട്ട് അതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് സമയം താമസിച്ചു. അതാ ഇത്ര തിരക്കിലായി പോയത്. അതെ, നല്ല എന്തായാലും നിങ്ങൾ ബാക്കിലായിരുന്നില്ലേ? അതെ, കുറച്ച് ബാക്കിലായിരുന്നു. മുന്നിലെത്തി. അതെ, ഒരു വിധത്തിൽ ഇവിടെ എത്തി. ഇനി കുറച്ച് സമയം കഴിയുമ്പോ അവിടെ എത്തും. അടിപൊളിയാണ്. അതെ അതെ. ആ നേരത്തെ വന്നോടായിരുന്നു തിരക്ക്? വരാൻ പറ്റി ഇറങ്ങിയിട്ടൊക്കെ വന്നാണ്. എത്ര നേരത്തെ വന്നാലും നമ്മള് ക്യൂ നിന്ന് വരുമ്പോഴത്തേക്ക് തിരക്കുണ്ടാവും. അത് ഇവിടെ വലിയ ക്യൂ ആണ്. ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഈ മദേഴ്സ് വെജ് പ്ലാസയ്ക്കുള്ളിൽ കഴിക്കാൻ എത്തിയവരാണ്. ഇതിന്റെ ക്യൂവും അത് ആ ബേക്കർ ജംഗ്ഷൻ കഴിഞ്ഞ് DCC ഓഫീസ് വരെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തവണത്തെ ഇവരുടെ പ്രത്യേകത 10 കൂട്ടം പായസമുണ്ട് എന്നുള്ളതാണ്. ഈ ഓണത്തിന് മുമ്പ് തന്നെ, 1 മാസം മുമ്പ് തന്നെ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള തിരക്കുകളിലേക്ക് അവർ കടന്നിട്ടുമുണ്ട്. വലിയ ജനത്തിരക്കാണ്. ചേട്ടാ, ഭക്ഷണം കഴിക്കാൻ വന്നതാണ്? കഴിക്കാൻ വന്നതാണ്. വന്നതാണ്. ഓക്കെ, ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. എന്തായി? അടിപൊളിയല്ലേ? ഓണം അടിപൊളി. മാർത്താണ്ഡത്തിൽ നിന്നാണ് വരുന്നത്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? അതെ അതെ, നമ്മളൊരു 3-4 ഫാമിലി ആയിട്ട് ഫ്രണ്ട്സുകളോടെ ആയിട്ട് ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നു. ആരാട്ടാ ഷർട്ടിലാരാ? എന്റെ വൈഫ് വന്നില്ല. വൈഫ് മരിച്ചുപോയി. ഒപ്പം ഒരു ഓണത്തിന് വേണ്ടി ഇവിടെ വേറെന്താ? രശ്മിക. എന്തായാലും ഹാപ്പി ആയിട്ട് വന്നാണ് മാർത്താണ്ഡത്ത്. ഹാപ്പി ഓണം. അപ്പൊ അതും ഇവരെല്ലാം മാർത്താണ്ഡത്തുനിന്ന് വരെ ഈ വെജ് പ്ലാസയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വലിയ വാഹന തിരക്കുണ്ട്. അത് പോലീസ്, ആ ഭാഗത്ത് നിന്ന് പോലീസും പണിപ്പെട്ടാണ് ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സദ്യ കഴിക്കാൻ വന്നതാണ്? ഞങ്ങള് കന്യാകുമാരി. മുന്നേ കണ്ട ഫാമിലി? അതെ. ഇവിടുത്തെ സദ്യ മുന്നേ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഇവിടെ കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തോട്ടോ? ഇത് 3ാമത്തെ പ്രാവശ്യം. അതെ. ഓണം കേരളത്തിലാണ് എപ്പോഴും? അതെ. അത് കണ്ടില്ലേ, ഇവിടെ ഇതാണ് വലിയ ജനത്തിരക്കാണ്. ഇവിടെ കണ്ടില്ലേ, കുടുംബത്തോടു കൂടി വലിയ വാഹനങ്ങളിലൊക്കെ ആണ് ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വലിയ തിരക്കാണ് ഇവിടെ. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. ഏതാണ്ട് 10 മണി മുതൽ തന്നെ ഇതേ തിരക്കാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേണം പറയാൻ. ഇനി മറുഭാഗത്ത് ബുക്കിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് കൂടി പോകാം. ബുക്കിങ്ങിന് നടത്തി അത് ബുക്കിംഗ് എടുക്കാമെന്ന ആളുകളാണ് മറുഭാഗത്ത് കാണുന്നത്. കടയ്ക്കുള്ളിലേക്ക് നമുക്ക് കയറാൻ ഇപ്പോൾ കഴിയില്ല. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു മണ്ണ് വാരിയിട്ടാൽ അകത്ത് വീഴാത്തത്രയും തിരക്കാണ്. വലിയ തിരക്കാണ്. വലിയ സദ്യയാണ് അവർ ഒരുക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇവിടെ ഇത്ര തിരക്ക് ഉണ്ടാകാറുണ്ട്. 24 മണിക്കൂറും എല്ലാ ദിവസവും സദ്യ കിട്ടുന്ന ഒരു കടയാണ് മദേഴ്സ് വെജ് പ്ലാസ എന്നുള്ളത്. 2 വശത്തെ തിരക്ക് നമുക്ക് കാണാം. ഇവർ വലിയ ടിന്നിലാണ്, ഈ വലിയൊരു പാഴ്സലിലാണ് 2 പേർക്കുള്ള ഓണസദ്യയാണ് ഈ കൊണ്ടുപോകുന്നത്. 10 കൂട്ടം പായസമുണ്ട്. അങ്ങനെ വിവിധ കറികളുണ്ട്. എണ്ണിയാലൊടുങ്ങാത്തത്രയും കറികളുമുണ്ട് എന്നുള്ളത്. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്ന പാഴ്സലാണ്. ശരി, അപ്പോ ആഷിന്റെ വിവരങ്ങളൊക്കെ നൽകിയത്. ആഷിൻ, തിരക്കൊഴിയുമ്പോ കയറി സദ്യ ഒക്കെ കഴിച്ചിട്ട് പോകണം കേട്ടോ. ഹാപ്പി ഓണം.